മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീതിന് സർക്കാർ സ്ഥിരം ജോലി നൽകണമെന്ന് കുടുംബം. താൽക്കാലിക ജോലി കൊണ്ട് കാര്യമില്ല. കടബാധ്യത ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ സർക്കാർ സഹായിക്കണം. മന്ത്രി വരുമ്പോൾ സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി പറഞ്ഞു. കേൾക്കാം. ഞങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് അവളുടെ മകളുടെ രോഗം സുഖമാക്കി കിട്ടണം. അവളുടെ ആഗ്രഹം മകനെ പഠിപ്പിച്ചൊരു ജോലിയാക്കണം. സിവിൽ എഞ്ചിനീയർ പഠിച്ച് പാസ്സായി വന്ന് നിൽക്കുക. എല്ലാവരും കണ്ടു കേട്ട് എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. മകന് ജോലി കൊടുക്കാൻ, തൽക്കാല ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കും. തൽക്കാല ജോലി വേണ്ട. തൽക്കാല ജോലിയാണെങ്കിൽ പറമ്പ് കളിക്കാൻ പോക്കോളും. അവന് സ്ഥിരമായിട്ട് 10 പൈസ കിട്ടുന്ന ഒരു ജോലി വേണം. ഉറപ്പായും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായും പറയും, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ഭേദമാക്കണം. എൻ്റെ കുഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന കുടുംബം ഭവനം നല്ലതായി പോകണം. ആ അമ്മ ഇന്നലെ കരഞ്ഞ് ശബ്ദമില്ലാതായി. ഇന്നലെ രാവിലെ മുതൽ സീതാലക്ഷ്മി, ഇന്നലെ അല്ല മെനഞ്ഞാന്ന് മുതലേ സീതാലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. 75 വയസ്സുണ്ട്. മുത്തശ്ശി പറയുന്നത് ശരിയാണ്. താൽക്കാലിക ജോലി കൊണ്ട് കാര്യമില്ല. ഈ സർക്കാർ വരുമ്പോവും, പക്ഷേ അടുത്ത തവണ വരുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുമെന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ അത്താണി ഇനി ആ നവമിയും നവനീതുമാണ്. നവനീതിന് സ്ഥിരം ജോലി കൊടുക്കണമെന്നുള്ള ആവശ്യത്തിന് ന്യായമുണ്ട്. മാത്രമല്ല നവമിയുടെ എല്ലാ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലി അക്ബഷയുണ്ട്. അലി അക്ബഷയാണ് മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചത്. അലി, ഗുഡ് മോർണിംഗ്. അലി, ഇന്നലെ നമ്മൾ സീതാലക്ഷ്മി അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് അമ്മ പറയുന്നത്. 75 വയസ്സുണ്ട്. ഇനിയിപ്പോൾ ബിന്ദുവായിരുന്നു ആ വീടിൻ്റെ എല്ലാം. ബിന്ദു പോയി. ഇനി അവിടെ ആരാ ഉള്ളത്? അതുകൊണ്ട് നവനീതിന് സ്ഥിരം ജോലി തന്നെ കൊടുക്കണം. താൽക്കാലിക ജോലി കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് സത്യം. ഇപ്പോൾ താൽക്കാലിക ജോലി എന്നൊക്കെ പറഞ്ഞാലും സ്ഥിരജോലി പിന്നെ കൊടുക്കുന്നത് നൂലാമാലകളായി. ഈ വാർത്തയുടെ ഒരു ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലല്ലോ. ആവശ്യം ന്യായമാണ് അല്ലേ? ഡോക്ടർ അരുൺ, തീർച്ചയായും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ബിന്ദു. ഇന്നലെ തന്നെ കുടുംബത്തിന്റെ മറ്റു അംഗങ്ങളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവരുടെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്നായിരുന്നു കുടുംബം കഴിഞ്ഞു പോരുന്നത്. 2 മക്കളുടെ ഈ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞു പോരുന്നത്. ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ നവനീതിന് ഒരു താൽക്കാലിക ജോലി നൽകുമെന്നാണ് മന്ത്രി ഉൾപ്പെടെ ഇന്നലെ സംസാരിക്കുമ്പോൾ വാഗ്ദാനം നൽകിയത്. പക്ഷേ ആ താൽക്കാലിക ജോലി കൊണ്ട് കാര്യമില്ല. ഒരു സ്ഥിരം ജോലി വേണം. എങ്കിലേ കുടുംബത്തെ ഒന്ന് നേരെ പിടിച്ചു നിർത്താൻ നവനീതിനെ കൊണ്ട് ഇനി സാധിക്കുകയുള്ളൂ എന്നതാണ് ബിന്ദുവിന്റെ അമ്മ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ അവസ്ഥ മോശമാണ് അമ്മയുടെ മരണത്തിന് ശേഷം. കാരണം അമ്മയുമായി അത്രയും അടുപ്പമുണ്ടായിരുന്ന മകനാണ്. മക്കളോട് അത്രയും സ്നേഹമുണ്ടായിരുന്ന, അത്രയും അടുപ്പമുണ്ടായിരുന്ന അമ്മയാണ്. ഇന്നലെ സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ നമ്മൾ നവനീതിന്റെ പ്രതികരണം കണ്ടതാണ്. അപ്പോൾ നവനീതിന് ആ ആശുപത്രിയിൽ ഒരു ജോലി കിട്ടിയാൽ പോലും അത് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. എന്താണ് ഇപ്പോൾ സാഹചര്യം? അവൻ പറയുന്ന കാര്യം അതാ, അമ്മ മരിച്ച ഭാഗത്ത് പാടാന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടെന്നല്ല പറഞ്ഞ്, അങ്ങനെ പറ്റത്തില്ല. അവനത് തകർന്നു നിൽക്കുക. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛനായ എനിക്കറിയാം. പക്ഷെ കൊച്ചിനത് പിടിക്കത്തില്ലല്ലോ. അവനത് വിഷമമാണ്. അതിന് തകർന്നു നിൽക്കുക. വേറെ വല്ല അസുഖത്തിലോട്ട് ചാടുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. തലയ്ക്ക് ആശുപത്രിയിൽ ജോലി കിട്ടിയാലും പോകാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞേ, അങ്ങനെ അമ്മയെ ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് പാടാന്നെല്ലാം പറഞ്ഞേ. അത് പറ്റത്തില്ലെന്നാ പറഞ്ഞേ. അങ്ങനെ ഇപ്പം അത് കഴിയത്തില്ലെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യാം. ഇന്നിപ്പോ മന്ത്രി ഇങ്ങോട്ട് വരും, ആരോഗ്യമന്ത്രി വരും എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. വരുമെന്ന് സാറ് വരുമെന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞ്. അത് ഇന്നലെ വിളിച്ചപ്പോഴും ഞങ്ങൾ സംസാരിച്ചപ്പം പറഞ്ഞ്, ഇന്ന വാസവ സാറ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ തുടർ നടപടി ഞങ്ങൾ സർക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നീങ്ങി നോക്കോളാന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ. ഇനിയിപ്പോൾ വീണ ജോർജ് വരികയാണെങ്കിൽ ഉറപ്പായും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളൊരു സഹായം പ്രതീക്ഷിക്കും. തീർച്ചയായും ഉണ്ട്. ആ സർക്കാരിൻ്റെ സഹായങ്ങൾ ചെയ്യാമെന്ന് വീണ ജോർജ് ആ മന്ത്രി അമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അത് പറയാൻ വേണ്ടിയാണ് കൂടുതലും വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറയും. അപ്പോൾ അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങൾ അപ്പോൾ ഇന്ന് വന്നില്ല, നാളെ ആയാലും അല്ലെ ഏതെങ്കിലും ദിവസം ഇവിടെ വരും എന്ന് കാര്യങ്ങൾ ചെയ്യും. കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം കിട്ടിയേ തീരും. സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സർക്കാരിൻ്റെ സഹായം വേണം നമുക്ക്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരികളായ ആൾക്കാർ നടപ്പാക്കും. അതാണ് ഞാനും പറയുന്നത്. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ സഹായങ്ങൾ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷനാണ്. അതിന് വന്നപ്പോൾ ആണല്ലോ അത്യാഹിതം സംഭവിച്ചത്. അപ്പോൾ ആ ഓപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഏറ്റെടുക്കാമെന്ന് മന്ത്രി വാസവൻ അറിയാം. ഫുള്ളായിട്ട് വാസവ സാർ പറഞ്ഞത് ഫുള്ളായിട്ട് മെഡിക്കൽ കോളേജ് ഏത് വാർഡിലാണ് കിടത്തേണ്ടത് അവിടെ വാർഡ് കിടത്തി ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത് അതെല്ലാം വ്യക്തമായിട്ട് ചെയ്യും. അത് പറഞ്ഞ് നിങ്ങൾക്ക് അതിന് ഉറപ്പും തന്നിട്ടുണ്ട് എന്നും പറഞ്ഞാൽ പോയി. കളക്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പറഞ്ഞ് ഉറപ്പില്ല പോയത്. സൂപ്രണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഒന്നും ചെയ്യേണ്ട, നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയി അഡ്മിറ്റ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്തിട്ട് അത് ചടങ്ങുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ചടങ്ങുകളുടെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ്, എല്ലാ ചടങ്ങും കഴിയണ്ട, ചെറിയ ചടങ്ങുകൾ കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് പോവാം. അങ്ങനെ പോവാം. അതാണ്
അരുൺകുമാർ, കുടുംബത്തെ സംബന്ധിച്ച് നിലവിൽ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന് നവമിയുടെ ചികിത്സയാണ്. ആ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി വാസവൻ കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം അത് പറഞ്ഞതാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. നവമിയുടെ പഠനവുമായി ബന്ധപ്പെട്ടും നവനീതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടും എല്ലാം ഇവിടുത്തെ വിദ്യാഭ്യാസ വായ്പകളുണ്ട്. ഈ വീടിന്റെ സാഹചര്യം നമ്മൾ കണ്ടു. ഈ ഒരു അവസ്ഥയിലാണ് ഈ 5 അംഗ കുടുംബം ജീവിക്കുന്നത്. സ്വാഭാവികമായും വലിയ കടബാധ്യത ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ആ നിലയിൽ സർക്കാരിന്റെ ഒരു സഹായം കിട്ടിയാലല്ലാതെ കുടുംബം ഇനി മുന്നോട്ട് പോകില്ല എന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്കും കാണാൻ കഴിയുന്നത്. വിശ്രുതൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചതും അതുതന്നെയാണ്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അമ്മയുടെ വിയോഗമുണ്ടാക്കിയ വലിയ വേദന നവനീതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി അമ്മയുടെ മരണം സംഭവിച്ച സ്ഥലത്തൊരു ജോലി കിട്ടിയാലും അവിടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, മാനസികമായ വലിയ പ്രതിസന്ധി ആ മകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോഴും മകൻ അച്ഛനോട് പോലും നേരെ സംസാരിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരോടും ദേഷ്യപ്പെടുന്ന നിലയിലാണ്. ആ മകനെ ഒരു സാധാരണ നിലയിലേക്ക് എത്താനുള്ള ഒരു സമയം വേണം. വലിയ മാനസികമായി തകർന്ന നിലയിലാണ്, ഇത്രയും പ്രതിസന്ധിയിലാണ് ഈ കുടുംബം നിൽക്കുന്നത്. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നെത്തിയാലും നാളെ എത്തിയാലും കുഴപ്പമില്ല, പക്ഷെ ആ സഹായം അത് അടിയന്തരമായി തന്നെ കുടുംബത്തിന് വേണ്ടതുണ്ട് എന്നാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. ബിന്ദുവിന്റെ അമ്മയും രാവിലെ സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ടെക്സ്റ്റൈൽസിലെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ഈ കാണുന്ന എല്ലാ ചിലവുകളും ഈ 5 അംഗ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് ബിന്ദു എന്നത് നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ തുച്ഛമായ ഈ 350 രൂപ വരുമാനം കൊണ്ട് ആ സ്ത്രീ എങ്ങനെയാണ് ഈ കുടുംബത്തെ 5 അംഗ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. മറ്റൊരുപാട് കടമുണ്ട്, വ്യക്തിപരമായി മേടിച്ച കടമൊക്കെയുണ്ട്. ഈ ബാധ്യതകളൊക്കെ തീർക്കണമെങ്കിൽ ബിന്ദു ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിന്റെ സഹായം കിട്ടിയേ തീരൂ. അരുൺ.